എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മതാധ്യാപകരെ, വിദ്യാർത്ഥികളെ, മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട വികാരിയച്ചന്മാരെ, എല്ലാവർക്കും ആദ്യമായിട്ട് തന്നെ ഉയിർപ്പ് തിരുനാളിൻ്റെ അനുഗ്രഹങ്ങളും മംഗളങ്ങളും ഞാൻ ആശംസിക്കുകയാണ്. ഉത്ഥിതനായ ഈശോയെ അടുത്തറിയാനും സ്നേഹിക്കാനും അടുത്ത് അനുധാവനം ചെയ്യാനും നമ്മുടെ മതബോധനം നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ പശ്ചാത്തലത്തിൽ നമുക്ക് ഈസ്റ്ററിൻ്റെ സന്ദേശത്തിലേക്ക് കടക്കാം. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ഈശോയുടെ ഉയിർപ്പിനെ പറ്റി പറയുന്ന രംഗം ശ്രദ്ധേയമാണ്. സാബത്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം മഗ്ദലന മറിയവും മറ്റേതാനും ഭക്ത സ്ത്രീകളും കല്ലറയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ കല്ലറ ശൂന്യമായിരിക്കുന്നത് കണ്ടു. വെള്ളവസ്ത്രധാരിയായ മാലാഖ അവരോട് പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്നത് ഈശോയാണ്, ഭയപ്പെടേണ്ട, അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അവനെ സംസ്കരിച്ച സ്ഥലം വന്ന് കാണുവിൻ. നിങ്ങൾ പോയി ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ അവർക്ക് മുമ്പേ ഗലീലയ്ക്ക് ചെല്ലുമെന്നുള്ള വിവരം അറിയിക്കുവിനെന്ന് പറഞ്ഞു. പിന്നീട് ഉയർത്തെഴുന്നേറ്റ ഈശോ പത്രോസിനും സ്ലീഹന്മാർക്കും പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം തോമസ് ഈശോയെ, ഉത്ഥിതനായ ഈശോയെ കാണുന്ന രംഗവും നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ മനോഹരമായിട്ട് വിവരിച്ചിട്ടുണ്ട്. അവൻ്റെ വിലാവിൽ തൊടാതെ, അവൻ്റെ മുറിവുകൾ കാണാതെ താൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞ തോമസ് സ്ലീഹ. ഈശോ അവനെ അനുവദിക്കുകയും തോമസ് സ്ലീഹ നമുക്കൊക്കെ വേണ്ടി ഉയർത്തെഴുന്നേറ്റ കർത്താവിലുള്ള വിശ്വാസം ഏറ്റുപറയുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമേ. മഹിമയുടെ കൊന്തരഹസ്യത്തിലെ ഒന്നാമത്തെ രഹസ്യം ഉയിർപ്പിനെ പറ്റിയാണ്. ഈശോയുടെ ഉത്ഥാനം എന്ന് പറയുന്നത് പ്രത്യാശയുടെ മഹാ അത്ഭുതമാണ്. ലോകത്തിലെ എന്തൊക്കെ ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും നിരാശയും നമുക്കുണ്ടായാലും അതിനപ്പുറത്ത് ഒരു ഉയിർപ്പ് തിരുനാളുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്, ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് നമ്മുടെ കർത്താവായ യേശു മിശിഹ മരിച്ചവരിൽ നിന്നുള്ള തൻ്റെ ഉയിർപ്പ് വഴിയായിട്ട് രക്ഷയുടെ വലിയ സന്ദേശം നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള കഷ്ടപ്പാടുകൾ, ഇരുണ്ട രാവുകൾ, ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ഉള്ള മാനുഷികമായ തോന്നലുകളൊക്കെ നമുക്കുണ്ടാകുമ്പോഴും ഇതിനൊക്കെ അപ്പുറത്ത് ദൈവത്തിനെല്ലാം സാധ്യമാണെന്ന് ഈശോയുടെ ഉയിർപ്പിലൂടെ പിതാവായ ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷ്യം നൽകുകയാണ്. നമ്മൾ 50 ദിവസം നോമ്പ് നോറ്റ് ഉപവസിച്ച് പ്രായശ്ചിത്തം ചെയ്ത് ഈ വലിയ തിരുനാളിന് ഒരുങ്ങുകയായിരുന്നു. ഓശാന ഞായറാഴ്ച ഈശോയെ ആഘോഷമായിട്ട് ജെറുസലേമിലേക്ക് എതിരേറ്റ ജനത്തെ നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ അവരിൽ ചിലത് തന്നെയായിരിക്കും പിന്നീട് അവനെ ക്രൂശിക്കുക എന്ന് അട്ടഹസിച്ചത്. പെസഹ വ്യാഴാഴ്ച സ്നേഹത്തിൻ്റെ കൂദാശ ഈശോ സ്ഥാപിക്കുന്നുണ്ട്. അതിനു മുമ്പ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി വലിയ ശുശ്രൂഷയുടെ കൂട്ടായ്മയുടെ സന്ദേശം നൽകുന്നു. അതിന് അവസാനത്തിൽ ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് തന്നെ നമുക്ക് ഭക്ഷണമായിട്ട് വിഭജിച്ച് തരുന്ന ഈശോയുടെ സ്നേഹം എന്നും നമ്മോട് കൂടെ ഉണ്ടായിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഈശോ, പിന്നീട് ഈശോ ദുഃഖ വെള്ളിയാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ നിന്ന് ശിഷ്യന്മാരും ഈശോയും ഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് കെദ്രോൺ താഴ്വര കടന്ന് ഒലിവുമലയിലേക്ക് പോയി അവിടെ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. എന്തായിരുന്നു ഈശോയുടെ പ്രാർത്ഥന? പിതാവെ, കഴിയുമെങ്കിൽ ഈ കാസയിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന്.
പക്ഷേ അവസാനം ഈശോ പറഞ്ഞു, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. അതിരൂക്ഷമായിട്ടുള്ള ഇരുണ്ട രാത്രിയായിരുന്നു ഈശോയ്ക്കത്. അവിടുന്ന് രക്തം ചിന്തി എന്നാണ് പറയുന്നത് പ്രാർത്ഥനയിലെ. അത്രമാത്രം രൂക്ഷമായിട്ടുള്ള വേദന അവിടുന്ന് അനുഭവിച്ചു. അവസാനം നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി അവിടുന്ന് കുരിശിൽ തറച്ച് കൊല്ലപ്പെട്ടു. എല്ലാം അവസാനിച്ചു എന്ന് ശിഷ്യന്മാർ കരുതി ഒളിച്ചോടിപ്പോയി. പ്രായോഗികമായിട്ട് വളരെ കുറച്ചു പേരെ ഈശോയുടെ കൂടെ നിന്നുള്ളൂ അവിടുത്തെ കുരിശിൻ്റെ താഴെ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നിരാശയുടെയും ദുഃഖത്തിൻ്റെയും ഏകാന്തതയുടെയും പരിത്യക്തതയുടെയും അവസരങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ഓർക്കുക, നമുക്ക് വേണ്ടി മരിക്കുകയും ഉദ്ധാനം ചെയ്ത ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിലാണ് എന്ന്. പ്രത്യാശയോടുകൂടെ വിശ്വാസത്തോടുകൂടെ ഈശോയോടുകൂടി നിന്നാൽ ഏത് മരണത്തെയും സഹനത്തെയും അതിജീവിച്ചുകൊണ്ട് പ്രത്യാശയോടുകൂടെ ഉയർത്തെഴുന്നേൽക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കുമെന്ന് ഉയിർപ്പ് തിരുനാൾ നാം അനുസ്മരിപ്പിക്കുകയാണ്. ഉത്ഥിതനായ ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒക്കെ പറഞ്ഞത്, ഭയപ്പെടേണ്ട, സമാധാനം നിങ്ങളോടുകൂടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഭയത്തിൻ്റെയും ആശങ്കയുടെയും ചിന്തകൾ വെടിഞ്ഞ് ഈശോ നൽകുന്ന സമാധാനം, സന്തോഷം, അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ കൂട്ടായ്മയിൽ അനുഭവിക്കാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഉയിർപ്പ് തിരുനാളിൻ്റെ സന്ദേശം. പ്രത്യാശയുടെ, നന്മയുടെ, സ്നേഹത്തിൻ്റെ, എല്ലാത്തിലും ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നുള്ള ആ വലിയ വിശ്വാസ കാഴ്ചപ്പാട്, അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഈ ഈസ്റ്റർ ദിവസത്ത് സാധിച്ചതിൽ ഞാൻ നല്ലവനായ ദൈവത്തിന് നന്ദി പറയുന്നു. ഈശോ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ സമാധാനം എന്നും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോടുകൂടെയുണ്ട് എന്ന് ഈശോ അനുദിനം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്നും ജീവിക്കുന്ന ഉത്ഥിതനായ ഈശോ നമുക്ക് എന്നും നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഈസ്റ്ററിൻ്റെ അനുഗ്രഹങ്ങളും മംഗളങ്ങളും നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.